സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. തിരഞ്ഞെടുത്തിട്ടുള്ള 100 ചോദ്യങ്ങളാണുള്ളത്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദേശീയ സദ്ഭാവനാ ദിനം ദേശീയ സദ്ഭാവനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ഓഗസ്റ്റ് 20 ദേശീയ സദ്ഭാവനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് സദ്ഭാവനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ സദ്ഭാവനാ ദിനം എന്നാണ്, ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് സദ്ഭാവനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ജലം നദിയിലാണ് ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ജമ്മു കാശ്മീരിൽ. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത്? ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത്. ദേശീയ ഗാനം ആലപിക്കുവാൻ വേണ്ട സമയം, അതുപോലെ ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കുവാൻ വേണ്ട സമയം. ഈ 2 ക്വസ്റ്റ്യനും ആൻസേഴ്സ് കമന്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് ദേശീയ ഗാനം, അതുപോലെ ദേശീയ ഗാനത്തിന്റെ ഷോർട്ട് ഫോമും ആലപിക്കുവാൻ വേണ്ട സമയം എത്രയെന്ന് കമന്റ് ചെയ്യുക. അടുത്തത്, 1965 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഫലമായി 1966 ജനുവരി 10 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച കരാർ. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഫലമായിട്ട് 1966 ജനുവരി 10 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏതാണ്? താഷ്കന്റ് കരാറാണ്. താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത്. ആരൊക്കെയാണ് ഒപ്പിട്ടവർ? ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും തമ്മിലാണ് താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത്. ആരൊക്കെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി, അതുപോലെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയ്യൂബ് ഖാൻ. അടുത്ത ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച സാമൂഹിക പ്രവർത്തക. പാർട്ടിയുടെ പേരെന്താണ്? പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച സാമൂഹിക പ്രവർത്തകരാണ് മേധാ പട്കർ ആണ് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത്. മേധാ പട്കർ. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏത് നിയമമാണ്? വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിനസ്. ഇന്ത്യയിലെ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്ന കൽക്കരി ഇനം ഏത്? ബിറ്റുമിനസ്. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പാണ്ഡുരംഗ ഹെഡ്ഗെ. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? പാണ്ഡുരംഗ ഹെഡ്ഗെ. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏകദേശീയോദ്യാനം? സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏകദേശീയോദ്യാനം ഏത്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത് എന്ന് ചോദിച്ചാലോ സിംഹവാലൻ കുരങ്ങുകളാണ്. അടുത്ത ചോദ്യം, റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? റബ്ബർ പാൽ ഘനീഭവിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ് ആണ് റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്, ഫോമിക് ആസിഡ്. IT ആക്ട് നിലവിൽ വന്ന വർഷം? IT ആക്ട് ഏത് വർഷമാണ്? 2000 ആണ്. 2000
ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വന്നത്. 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ആദ്യം ഇടം പിടിച്ച ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് ഏത്? ഇപ്പൊ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ആദ്യം ഇടം പിടിച്ച ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ആദ്യം ഇടം പിടിച്ച ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ്, നീലഗിരി. കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്നു ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം. കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആര്യങ്കാവ് ചുരമാണ്. ഏത് നദീതീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്? മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം പമ്പയാണ്. പമ്പ നദീതീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. പമ്പ നദീതീരം. ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് റാന്നിയാണ്. റാന്നി താലൂക്കിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. റാന്നി താലൂക്ക്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1946 പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ടുകായലാണ്. വേമ്പനാട്ടുകായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായലിലാണ് പ്രസിഡന്റ് ട്രോഫി വള്ളംകളി സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏത്? മുല്ലപ്പെരിയാറില് വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ടാണ് വൈഗ അണക്കെട്ട്. മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏതാണ്? വൈഗ അണക്കെട്ട്. കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഗ്രന്ഥത്തിന്റെ പേര് കൊച്ചിൻ സാഗ. കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് റോബർട്ട് ബ്രിസ്റ്റോ ആണ്. റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖത്തിന്റെ ചരിത്രവും വികാസവും പ്രതിപാദിക്കുന്ന കൃതിയാണ് കൊച്ചിൻ സാഗ എന്നത്. ഇതാരുടേതാണ്? റോബർട്ട് ബ്രിസ്റ്റോയുടേതാണ്. ഇദ്ദേഹം കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്നും അറിയപ്പെടുന്നു. റോബർട്ട് ബ്രിസ്റ്റോ. ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം ജില്ല. ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല ഏത്? എറണാകുളം. പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശം ഏത്? പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചി രാജവംശമാണ്. കൊച്ചി രാജവംശമാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തതാര്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ്. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം മംഗളവനമാണ്. മംഗളവനം പക്ഷി സങ്കേതമാണ് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം. കുസാറ്റ് അല്ലെങ്കിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കളമശ്ശേരിയാണ്. കളമശ്ശേരി. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയിലാണ്? അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പുഴ ചാലക്കുടി പുഴയിലാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചാലക്കുടി പുഴ. പ്രസിദ്ധമായ തൃശ്ശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി. തൃശ്ശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ആരാണ്? ശക്തൻ തമ്പുരാൻ. പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം.
പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലെ. ക്ഷേത്രം ഏതാണ്? വിശ്വനാഥ ക്ഷേത്രമാണ്. പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന പാലക്കാട് ജില്ലയിലെ ക്ഷേത്രമാണ് വിശ്വനാഥ ക്ഷേത്രം. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന സ്ഥലം. ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്? പൊന്നാനിയിൽ വെച്ചാണ്. പൊന്നാനി. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത്. ബേപ്പൂർ പുഴ ചാലിയാറാണ്. ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെടുന്നത്. ചാലിയാർ. കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല. കരിപ്പൂർ വിമാനത്താവളം ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ല. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏത്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല വയനാട് ജില്ലയാണ്. വയനാട്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ജനീവ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ഏത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ജലം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ലോഹം കാൽഷ്യമാണ്. മനുഷ്യ നേത്രത്തിൽ നിറങ്ങൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേര്. നിറങ്ങൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. കോൺ കോശങ്ങൾ. മനുഷ്യനേത്രത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്നത് എവിടെയാണ്? പ്രതിബിംബം ഉണ്ടാകുന്നത് റെറ്റീനയിലാണ്. റെറ്റീനയിലാണ് മനുഷ്യനേത്രത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്നത്. മദ്രാസ് നഗരത്തിന്റെ സ്ഥാപകൻ. മദ്രാസ് നഗരത്തിന്റെ സ്ഥാപകൻ ഫ്രാൻസിസ് ഡേ ആണ്. ഫ്രാൻസിസ് ഡേ. മദ്രാസ് നഗരത്തിന്റെ സ്ഥാപകൻ ഫ്രാൻസിസ് ഡേ. അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം 24 മണിക്കൂർ. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ ആദ്യ വനിത. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം നേടിയ ആദ്യ വനിതയാണ് അരുണ ആസഫ് അലി. അരുണ ആസഫ് അലി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ ആദ്യ വനിത ആര്? അരുണ ആസഫ് അലി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ ഒ ചന്തു മേനോൻ പ്രസിദ്ധപ്പെടുത്തിയത് ഏത് വർഷത്തിലാണ്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ ആരുടെ കൃതിയാണ്? ഒ ചന്തു മേനോന്റെ കൃതിയാണ്. പ്രസിദ്ധീകൃതമായ വർഷം AD 1889 AD 1889 ഇന്ദുലേഖ പ്രസിദ്ധപ്പെടുത്തിയത്. മലയാളത്തിൽ ആദ്യത്തെ വിലാപകാവ്യം. മലയാളത്തിൽ ആദ്യത്തെ വിലാപകാവ്യം ഒരു വിലാപം. CS സുബ്രഹ്മണ്യം പോറ്റിയുടെ ഒരു വിലാപം ആണ് മലയാളത്തിൽ ആദ്യത്തെ വിലാപകാവ്യം. ഒരു വിലാപം ആരുടേതാണ്? CS സുബ്രഹ്മണ്യൻ പോറ്റി. മലയാളത്തിൽ ആദ്യത്തെ ശബ്ദ സിനിമ ഏത്? ശബ്ദ സിനിമ ബാലൻ. മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയ വർഷം. മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയത് 1969 1969 മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയത്. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? അപ്പുക്കിളി. ഖസാക്കിന്റെ ഇതിഹാസം. അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്. അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് 5 നദികളുടെ നാട് പഞ്ചാബ്. 5 തെങ്ങിൽ കോട്ട നിർമ്മിക്കാൻ ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർ അനുവദിച്ച വർഷം. 5 തെങ്ങിൽ കോട്ട നിർമ്മിക്കാൻ ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർ അനുവദിച്ച വർഷം AD 1684 AD 1684 കോട്ട നിർമ്മിക്കാനായിട്ട് 5 തെങ്ങിൽ കോട്ട നിർമ്മിക്കാൻ ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാരെ അനുവദിച്ചത്. അടുത്ത ചോദ്യം, 5 തെങ്ങ് കോട്ട നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. 5 തെങ്ങ് കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ. 5 തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? 5 തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32.
ആർട്ടിക്കിൾ 32 5 തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അൺഹാപ്പി ഇന്ത്യ രചിച്ചത്, കൃതിയുടെ പേര് അൺഹാപ്പി ഇന്ത്യ, രചിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. അൺഹാപ്പി ഇന്ത്യ രചിച്ചത് ലാലാ ലജ്പത് റായ്. അൺടച്ചബിൾ എഴുതിയതാര്? അൺടച്ചബിൾ എന്ന നോവൽ എഴുതിയത് മുൽക്രാജ് ആനന്ദാണ്. അൺടച്ചബിൾ എന്ന നോവൽ എഴുതിയത് ആര്? മുൽക്രാജ് ആനന്ദ്. അൺടച്ചബിൾ എഴുതിയത് മുൽക്രാജ് ആനന്ദ്. മലയാളത്തിൽ ആദ്യത്തെ ചലച്ചിത്ര നായിക, മലയാളത്തിൽ ആദ്യത്തെ ചലച്ചിത്ര നായിക ആരായിരുന്നു? റോസി. വിഗതകുമാരൻ എന്ന ചലച്ചിത്രത്തിലെ നായികയായ റോസിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നായിക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞത്. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കാൻ അൽ ബുക്കർക്കിനെ സഹായിച്ച പ്രാദേശിക നേതാവ് ആര്? 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കുവാൻ അൽ ബുക്കർക്കിനെ സഹായിച്ച പ്രാദേശിക നേതാവ് തിമ്മയ്യയാണ്. തിമ്മയ്യ. 1611 ഇംഗ്ലീഷുകാർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം. 1611 ഇംഗ്ലീഷുകാർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? മസൂലി പട്ടണത്താണ്. മസൂലി പട്ടണം. 1611 ഇംഗ്ലീഷുകാർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? മസൂലി പട്ടണം. ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? 118 മൂലകങ്ങളാണ്. 118 മൂലകങ്ങൾ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് അയോഡിൻ 131 ആണ്. അയോഡിൻ 131. ഏത് പരീക്ഷണത്തിലൂടെയാണ് റോബർട്ട് മില്ലിക്കൺ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത് റോബർട്ട് മില്ലിക്കൺ. ഏത് പരീക്ഷണത്തിലൂടെയാണ്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് റോബർട്ട് മില്ലിക്കൺ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യം ക്രമീകരിക്കുന്ന അവയവം. മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യം ക്രമീകരിക്കുന്നത് വൃക്കയാണ്. വൃക്ക. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് ഉദ്ഘോഷിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് ഉദ്ഘോഷിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ദേശീയ ഊർജ സംരക്ഷണ ദിനം. ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 14 ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. ഡിസംബർ 14. 1799 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ പോളിഗാർ യുദ്ധത്തിന്റെ നേതാവ്. 1799 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ പോളിഗാർ യുദ്ധത്തിന്റെ നേതാവ് ആരായിരുന്നു? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. പോളിഗാർ യുദ്ധത്തിന്റെ നേതാവ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. തൂക്കിലേറ്റിയ വർഷം 1799. 1931 മാർച്ച് 23 രാജ്ഗുരു സുഖ്ദേവ് എന്നിവർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ടത്. 1931 മാർച്ച് 23 രാജ്ഗുരു സുഖ്ദേവ് എന്നിവർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ആരാണ്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് ആണ്. കോൺവാലിസ് പ്രഭുവാണ് ബംഗാളിലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ബംഗ്ര ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബംഗ്ര പഞ്ചാബാണ്. പഞ്ചാബിലെ നൃത്തരൂപമാണ് ബംഗ്ര. 1947 ഓഗസ്റ്റ് 16 ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നത്. 1947 ഓഗസ്റ്റ് 16 ഇന്ത്യയുടെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭു. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ഏത് വർഷമാണ്? 1936 എവിടെ നിന്ന് എവിടെ വരെയാണ്? കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനാണ്. AK ഗോപാലൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന കൃതി
ഹാരിയറ്റ് ബീറ്റർ സ്റ്റോ ആണ്. ഹാരിയറ്റ് ബീറ്റർ സ്റ്റോ. കൃതി ഏതാണ്? അങ്കിൾ ടോംസ് ക്യാബിൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത് ഹാരിയറ്റ് ബീറ്റർ സ്റ്റോ. അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യ പ്രസിഡന്റ് ആയത് ജോർജ് വാഷിങ്ടൺ. ജോർജ് വാഷിങ്ടൺ. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയ. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകാണ്. അനോഫിലസ് പെൺകൊതുകാണ് മലേറിയ പരത്തുന്നത്. അണുസംഖ്യ 100 ആയ മൂലകം ഏതാണ്? അണുസംഖ്യ 100 ഫെർമിയമാണ്. ഫെർമിയം. അണുസംഖ്യ 100 ആയ മൂലകമേത്? ഫെർമിയം. അണുസംഖ്യ 100 ആയ മൂലകമാണ് ഫെർമിയം. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മദൻ മോഹൻ മാളവ്യയാണ്. ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയതാര്? ആദ്യമായിട്ട് ദ്രോണാചാര്യ അവാർഡ് നേടിയത് OM നമ്പ്യാറാണ്. OM നമ്പ്യാർ. ആദ്യത്തെ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ട്രാൻസ് യുറാനിക് മൂലകം. ആദ്യത്തെ കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ട ട്രാൻസ് യുറാനിക് മൂലകമാണ് നെപ്റ്റ്യൂണിയം. ഏതാണ്? നെപ്റ്റ്യൂണിയം. ട്രാൻസ് യുറാനിക് മൂലകം നെപ്റ്റ്യൂണിയം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ആര്? ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യത്തെ മലയാളിയാണ് ഫാത്തിമ ബീവി. രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം. ആരാണ്? രാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കുവാൻ ആവശ്യമായ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം 58 ആണ്. അനുച്ഛേദം 58. 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം വെളുപ്പ് നിറത്തിൽ കാണുന്നതിന് കാരണമായ പ്രതിഭാസം. ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം വെളുപ്പ് നിറത്തിൽ കാണുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണസ്ഥിരതയാണ്. വീക്ഷണസ്ഥിരത. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവെന്ന ധനഞ്ജയ് കീർ ആരെയാണ് വിശേഷിപ്പിച്ചത്? ജ്യോതിബ ഫുലെയാണ്. ജ്യോതിബ ഫുലെ. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഡിയിലുണ്ടായിരുന്ന ഏക ഭരണഘടകം ഏതായിരുന്നു? ആൻഡമാൻ നിക്കോബാർ. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഡിയിലുണ്ടായിരുന്ന ഏക ഭരണഘടകം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ. പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം എത്ര ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ? പസഫിക് സമുദ്രം 165.2 ആണ്. 165.2. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്ത് ആണ്. അലോക് റാവത്ത്. ദേശീയ ജലപാത 1 അലഹബാദിനെ ഏത് സ്ഥലവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത 1 അലഹബാദിനെ ഹാൽഡിയയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 63 ആണ്. ആർട്ടിക്കിൾ 63. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ 4 താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്റ്ററോൺ. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1993 ഡിസംബർ 3-നാണ്. 1993 ഡിസംബർ 3. മതിലുകൾ എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച വേഷം? മതിലുകൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വേഷമാണ് മതിലുകൾ എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചത്. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീട്ടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണമാണ്. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീട്ടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ
പ്രതിഭാസമാണ് വിസരണം. 1825 സത്താറയിൽ ചിറ്റൂർ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം. ചിറ്റൂർ സിംഗിന്റെ നേതൃത്വത്തിൽ റമോസി കലാപം. 1825 സത്താറയിൽ ചിറ്റൂർ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപമാണ് റമോസി കലാപം. മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം എത്ര ജോഡി? 31 ജോഡി. അമൃതവാണി മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികൾ. അമൃതവാണി മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികൾ. മാന്ത്രികന്റെ കണ്ണ് എന്ന ചുഴലിക്കൊടുങ്കാറ്റ് മേഖല ദൃശ്യമായ ഗ്രഹം. മാന്ത്രികന്റെ കണ്ണ് എന്ന ചുഴലിക്കൊടുങ്കാറ്റ് മേഖല ദൃശ്യമായത് നെപ്റ്റ്യൂണിലാണ്. നെപ്റ്റ്യൂൺ. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോയാണ്. അൽനിക്കോ. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ. ലീഗൽ സർവീസ് അതോറിറ്റികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ലീഗൽ സർവീസ് അതോറിറ്റികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 39A ആണ്. അനുച്ഛേദം 39A. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത്? അഗ്നികന്യ ബീനാദാസ് ആണ്. ബീനാദാസ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് അടുത്തത്. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ടെസി തോമസ് ആണ്. അഗ്നികന്യ ബീനാദാസ്, അഗ്നിപുത്രി ടെസി തോമസ്. 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.